അല്ല, ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമം. CM മടവൂർ തങ്ങൾ പാപ്പാനെ പൊന്മള ഉസ്താദ് ബഹുമാനിക്കണില്ലേ? ഉസ്താദ് ബഹുമാനിക്കണില്ലേ? ഒരു ചങ്ങായി ചോദ്യം. ഞാനിപ്പോ വിശദീകരിക്കല്ല. ഏതായാലും ഞാൻ അതിനൊരു പേരെന്നെ ഇട്ടിട്ടുണ്ട്, ന്യൂ ജനറേഷൻ ത്വരീഖത്ത്. എന്താ അതിലുള്ള ചെക്കന്മാര് ഫുള്ളും കറുത്ത കുപ്പായിട്ട് കണ്ടാണ്. കാരണം പ്രേമത്തിന്റെ മോഡൽ എങ്ങനെയാണല്ലോ, പ്രേമം അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്കറിയില്ലേ? നിങ്ങള് മുസാഫിനെ നടക്കണ്ടാകരുത് കേട്ടോ. ഒന്നും അറിയാത്ത മാര്യങ്ങളാ ഇരുട്ടങ്ങനെ കാണുമ്പോൾ അതൊരു പുതിയ ത്വരീഖത്ത്. മറ്റോൻ പിന്നെ കറുപ്പിട്ടിട്ടില്ല, ഓന്റെ ശരീരം തന്നെ കറുപ്പ. പിന്നെ ഞാൻ കുപ്പായം കറുപ്പിച്ചിന്. ഓന്റെ മനസ്സും കറുപ്പ, ശരീരവും കറുപ്പ. അതുകൊണ്ട് ഓന് വേറെ കറുത്ത കുപ്പായത്തിന്റെ ആവശ്യം. തങ്ങൾ പാപ്പോട്ട് പോരി. അപ്പോ അങ്ങനെ CM മടവൂർ തങ്ങളെ കുറിച്ച് പൊന്മുള ഉസ്താദ് ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ആരോപണം. അപ്പോ ഞാനൊരു കേസറ്റിന്റെ ക്ലിപ്പ് കേട്ടു. ഇത് പുതിയൊരു ഇൽമാട്ടോ, നിങ്ങൾ കേട്ടുകണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ പുതിയ ഇൽമ. CM മടവൂർ തങ്ങൾക്ക് ജദ്ബ് ഉണ്ടായിരുന്നു എന്നാണ് പൊന്മുള ഉസ്താദ് പറഞ്ഞത്. ജദ്ബിന്റെ ഹാലാണ് ഹാലുണ്ട്, അത് ഉണ്ടായിരുന്നു എല്ലാരും സമ്മതിക്കണം. അതുവരെ ശേഖുനാക്കില്ല എന്ന് പറഞ്ഞ് മഹബത്ത് അത്രയും കൂടുതൽ ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താണ് ജദ്ബിന്റെ ഹാൽ അവർ നിഷേധിക്കുന്നത്. അങ്ങനെ ജദ്ബൊന്നും CM മടവൂർ തങ്ങൾക്ക് ഇല്ല എന്ന് പ്രസംഗിക്കുന്ന അതേ വേദിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അങ്ങനെ നമ്മൾ AP സുന്നികള്, പൊന്മുള ഉസ്താദിന്റെ സുന്നികള്, AP ഉസ്താദിന്റെ സുന്നികൾ പറയുന്നത് അത് ഇവന് തങ്ങൾ മടവൂർ തങ്ങൾക്ക് ജദ്ബില്ല എന്ന് പറഞ്ഞ് കുടുങ്ങിയിട്ടാണുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങൾ വന്നപ്പോ ഓൻ പറഞ്ഞ്, അങ്ങനെ CM മടവൂർ തങ്ങൾ ബാബ ഒരാൾക്ക് വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം കുടിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, പലരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അയാളൊരു മസല കണ്ട അവിടെ. അയാള് പറഞ്ഞു, വലിയാണെന്ന് യഖീനുള്ള ഒരാള് റമദാൻ മാസത്തിൽ വെള്ളം തരാണെങ്കിൽ കുടിക്കണീന് തെറ്റില്ല. ഇതൊക്കെ സാധനം ക്ലിപ്പ്. ഞാൻ പിന്നെ TV കൊണ്ടുവരാത്തോണ്ട് കാണിച്ചിട്ടില്ല. റമദാൻ മാസം പച്ചപ്പകലില് വലിയാണെന്ന് യഖീനുള്ള ഒരാള് വെള്ളം തരികയാണെങ്കിൽ എന്താക്കാം? ഞാനും അപ്പൊ തന്നെ വിചാരിച്ചു, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ശൈഖന്മാരാണ് കിട്ടിയാൽ മതി, പിന്നെ ദാഹിണ്ടാവല്ലോ നോമ്പ്. ഞാനിങ്ങോട്ട് ഇന്നലെ കുമരംപുത്തൂർ അലി ഉസ്താദിന്റെ അടുത്ത് പോയി. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞു, അങ്ങനെ വലിയ മസലും ഉണ്ടോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, വെള്ളം കുടിച്ചല്ല വേണ്ടി, ഓനെ മുഖത്തേക്ക് ഒഴിച്ചാ വേണ്ടിയാണ് ഈ വലിയന്റെ. തൊഫീലുണ്ടോ ചോദിച്ചപ്പോ വിളിച്ച ഒരാള്, തുഫീൽ എവിടെയാണ്? തുഫീൽ ബാബ സോമിലുണ്ടാവും, കിതാബ് സോമിലുണ്ടാവും, ഉറപ്പന്നെയല്ല. സോമിന്റെ വിഷയം പോകുമ്പോ തന്നെ ഓന് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വിഷയമില്ല, ഒരു മദ്ഹബിലുമില്ല. എന്നിട്ട് ചോദ്യം വണ്ടൂര് വന്നിട്ട് ഈ പറഞ്ഞ ഫുലാന് എന്താണ് ശരീഅത്തിന് എതിരായിട്ട് ഈ പറയപ്പെട്ട ഹിഫ്ദിന്റെ ആൾക്കുള്ളത്? ശരീഅത്തിന് വിരുദ്ധമായിട്ട് എന്താണുള്ളത്? എന്നിട്ട് കുറെ കുട്ടികൾ അതിന്റെ വേത്താൽ അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാം, ഒരാളും കണ്ടിട്ട് ഞങ്ങൾ SYSകാരായിട്ടില്ല. ഒരു വ്യക്തിയെ കണ്ട് ഞങ്ങളാരും SSFകാരായിട്ടില്ല. SSFകാർക്കോ SYSകാർക്കോ ഒരേ ഒരു മഹത്വത്തെ ഉള്ളത് ആദർശപരിത്തമാണ്. ആദർശമുള്ളവരെ ബഹുമാനിക്കുക, അല്ലാത്തവരെ തള്ളിക്കാണ്. അത് വലൂക്കാന ആരനാവും, ഏവനാവും, കോരൻ ആരായാലും ശരി. വ്യക്തിപൂജയല്ല, ആദർശമാണ് വലുത്. അതിപ്പോ ഞാനിന്ന് നാളെ മറ്റന്നാളിങ്ങനെ വന്നുങ്ങാണ്ട് പുതിയൊരു ത്വരീഖത്ത് ഷാക്കിർ വാക്കി പോയാലും ഞാനും പോവാൻ ദയവ് ചെയ്ത് ഇഞ്ചൊപ്പം പോരണ്ട. ഞാൻ പഴച്ചുകൊണ്ടാണ് അങ്ങനെ ആയി പോയത്. എനിക്ക് പഴവ് പറ്റി. 40 ആലിമീങ്ങൾ ഒന്നടങ്കം ഒരു തീരുമാനം പറയുമ്പോ ആ ആലിമീങ്ങൾക്ക് പഴച്ചു എന്ന് ഏതെങ്കിലും ഒരു താന്തോന്ന് പറയുമ്പോഴേക്ക് ചെറുപ്പക്കാരാ നമ്മളെങ്ങനെ അതിൽ പെട്ടുപോകും. നമുക്ക് ഹിദായത്ത് വരട്ടെ.